ഈ ഉണ്ട പോലെ ഇരിക്കുന്ന സാധനം എന്താണെന്നറിയാൻ വേണ്ടി റഹ്മാനി ചായ കുടിക്കാൻ കയറി. പക്ഷേ അരമണിക്കൂർ കൂടുതൽ എടുക്കുമെന്ന് കേട്ടപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോയി, ഉജ്ജയിന്. ഇവിടെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി നോക്കി വയ്ക്കും, അടുത്ത തവണ വരുമ്പോൾ കഴിക്കണമെന്ന് ഓർത്ത്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് കൺഫ്യൂഷനായി പോകും എന്താണ് കഴിക്കേണ്ടത്, എന്താണ് മേടിക്കേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ നോക്കി വെച്ചുകൊണ്ട് മുട്ട പപ്സ് ഇത് നേരത്തെ നോക്കി വെച്ചാണ്. പിന്നെ മുട്ട ഫില്ല് ചെയ്ത് അത് മേടിച്ചു, ചായയും മേടിച്ചു, കട്ടനും മേടിച്ചു. ഇത് രണ്ടും മേടിച്ചിട്ട് ഇത് രണ്ടായിട്ട് ഷെയർ ചെയ്താണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. മുട്ട പപ്സ് ഞാൻ വിചാരിച്ചത്ര വന്നില്ല. മുട്ട ഫില്ല് ചെയ്ത് കൊള്ളാം, അതിൻ്റെ അകത്ത് കുറേ മസാലകളൊക്കെ ഉള്ളതുകൊണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കട്ടനും കുടിച്ചു, ചായയും കുടിച്ചു. കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ കുറേ നേരം, എന്തോരം സമയം കളയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറേ നേരം നിന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റത്തിന് 95 രൂപയായിട്ടുണ്ട്. അതും കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ബസ് പിടിച്ചിട്ട് കുറേ നാളായി ബസ്സിലൊക്കെ കയറിയിട്ട്, നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ നേരെ പള്ളിയിൽ ചെന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് കുറച്ച് പ്രാർത്ഥിച്ചിട്ടങ്ങ് പോവാം.